കേരളത്തിലെ വിശിഷ്യ മധ്യ തിരുവിതാംകൂറിലെ കർഷക സമൂഹമാണ് മലങ്കര കോൺഗ്രസിന്റെ രാഷ്ട്രീയ അടിത്തറയുടെ ശക്തിയും ഊർജവും. ആ സമൂഹത്തിനിടയിൽ പാർട്ടിയുടെ അന്തസ്സിനും ആത്മവീര്യത്തിനും ക്ഷതമേൽക്കും വിധം ഒരു ആരോപണം പടർന്നിട്ടുണ്ടെങ്കിൽ അതാര് തന്നെയായിരുന്നാലും സ്ഥാനമാനങ്ങൾ ത്യജിച്ച് സർക്കാർ നടത്തുന്ന ഏത് അന്വേഷണത്തിനും തയ്യാറാവണം. ഒന്ന് മാറിക്കേ സാർ, സംസ്ഥാന കമ്മിറ്റി സാറിന്റെ രാജി ആവശ്യപ്പെടുമെന്നാണല്ലോ സാറിന്റെ തീരുമാനം. സംസ്ഥാന കമ്മിറ്റി മേളിൽ നടക്കുന്നതല്ലേ ഉള്ളൂ, അതിനു മുമ്പ് തീരുമാനം നിങ്ങൾ ഉറപ്പിച്ചോ? പിന്നെ സ്ഥാനമാനങ്ങളൊന്നും ഉമ്മച്ചൻ എന്ന പൊതുപ്രവർത്തകന്റെ മുമ്പിൽ ഒരിക്കലും പ്രലോഭനങ്ങളല്ല. പാർട്ടി പറയുന്നത് എന്തും അനുസരിക്കാൻ ബാധ്യസ്ഥനായ പ്രവർത്തകനാണ് ഞാൻ. ഇപ്പൊ ഇത്രയും പോരെ സഹോദര? ഉമ്മച്ചൻ വന്നല്ലോ. കടുത്തുരുത്തി MLAയും പാർട്ടിയുടെ പടക്കുതിരയുമായ ശ്രീ ഉമ്മച്ചന്റെ മേലാണ് വാഗമണ്ണിൽ നടന്നതായി പറയപ്പെടുന്ന ഭൂമി കയ്യേറ്റത്തിന്റെ ഉത്തരവാദിത്തം പോലീസും മാധ്യമങ്ങളും റവന്യൂ വകുപ്പും ചാർത്തിയിരിക്കുന്നത്. രാഷ്ട്രീയ പകപോക്കലിന്റെ ഭാഗമായി നടത്തുന്ന ഇത്തരം ദുരാരോപണങ്ങളെ നേരിടാൻ വ്യക്തി എന്ന നിലയിലും നിയമസഭാ ഈ അവസരത്തിൽ പാർട്ടി ശ്രീ ഉമ്മച്ചന്റെ MLA സ്ഥാനം സംരക്ഷിക്കുകയാണോ വേണ്ടത്, അതോ പകരം ആ പദവി ഉപേക്ഷിക്കുകയും ഉമ്മച്ചൻ ഒരു സാധാ പൗരനായി അന്വേഷണത്തെ നേരിടുകയുമാണോ വേണ്ടത്? ചെയർമാന്റെ തീരുമാനത്തിന് വിടുന്നു. എനിക്ക് പറയാനുള്ളതുകൂടി ബഹുമാനപ്പെട്ട ചെയർമാൻ. ഭൂമി കയ്യേറ്റവുമായി ബന്ധപ്പെട്ട് ഉമ്മച്ചന്റെ പേര് ബന്ധപ്പെടുത്തിയത് കേവലം രാഷ്ട്രീയ പകപോക്കലാണെന്ന് പറഞ്ഞ് രക്ഷപ്പെടാൻ നമുക്കാവില്ല. സോളിഡ് ആൻഡ് സ്ട്രോങ് എവിഡൻസ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന സ്ഥിതിക്ക് ശ്രീ ഉമ്മച്ചൻ രാജി സമർപ്പിക്കുക. എന്നിട്ട് ഉപതെരഞ്ഞെടുപ്പിൽ ഉമ്മച്ചൻ ഇത്തവണ കിട്ടിയ 36,444 എന്ന ഭൂരിപക്ഷം ഇരട്ടിയാക്കി മലങ്കരയുടെ സ്ഥാനാർത്ഥിയുടെ വിജയം കൊണ്ട് മറുപടി നൽകുകയാണ് വേണ്ടത്. യോഗം ഊണ് കഴിഞ്ഞേച്ച് തുടരും. നീ കൊച്ചിക്കൊന്നും പോയി കളയരുത്, വീട്ടിലോട്ട് വരണം. ചില കാര്യങ്ങൾ പറയാനുണ്ട്. ശരി. എന്നത് പറയാം. എന്നെ ചടിച്ചേച്ച് ഉപതെരഞ്ഞെടുപ്പിൽ ഇളയമോൻ ബെന്നിയെ കടുത്തുരുത്തി നിർത്താനാ കളവന്റെ പ്ലാൻ. നടക്കുകയല്ല പോൾ സാറേ, ഉമ്മച്ചൻ നടത്തിച്ച് തരികയില്ല. DK വന്നു. DKയോ? അന്ന് ഡേവിഡ് ജോൺ കൊട്ടാരത്തിൽ. ഞങ്ങൾ പഴയ CMS ബാച്ച് DK എന്നാ വിളിക്കുക. വക്കീലപ്പ നേരത്തെ എത്തി. ഇതിപ്പോ ബാർ അസോസിയേഷൻ മുഴുവനുണ്ടല്ലോ. നിങ്ങളെ കയറ്റി അകത്തിരുത്താൻ ഞാൻ ആ മേനോനോട് പറഞ്ഞായിരുന്നല്ലോ. അങ്ങേര് വന്ന് വിളിച്ചു. ക്ലബ് സെക്രട്ടറിയുടെ ഗസ്റ്റിനുള്ള സ്വീകരണമൊക്കെ കിട്ടി. പിന്നെ വിചാരിച്ചു DK വന്നിട്ടങ്ങ് ഉള്ളിലോട്ട് പോകാന്ന്. എന്താണ് ഈ സംഘടിത ആക്രമണത്തിന്റെ? അഡ്വക്കേറ്റ് നാരായണസ്വാമി പുള്ളി ഇപ്പൊ സുപ്രീം കോടതിയിലെ പ്രാക്ടീസ് ഒക്കെ മതിയാക്കി നാട്ടിലൊന്ന് സെറ്റിൽ ചെയ്തിരിക്കുകയാണല്ലോ. സ്വീകരണം, പൊന്നാട, മംഗളപത്രം. അതെ, അത് തന്നെ. ഞങ്ങളൊന്ന് മുട്ടി നോക്കിയതാ, പക്ഷെ പുള്ളിക്കാരൻ അടുക്കുന്നില്ല. ഈ വക കലാപരിപാടികൾക്കൊന്നും പിടിതരുന്ന ആളല്ല, അറിയാലോ സ്വഭാവം. അതെ, അതുകൊണ്ടല്ലേ DK പിടിച്ചത്. DK ഒന്ന് ഫോഴ്സ് ചെയ്താൽ സാർ എഗ്രി ചെയ്യും. നിങ്ങൾ തമ്മിലുള്ള ഇരിപ്പുവശം അതെനിക്കറിയാം. ഞാനൊന്ന് പറഞ്ഞു നോക്കാം. വാ ഹലോ. പിന്നെ ഇത് നമ്മുടെ കോട്ടയം ബാറിലെ എണ്ണം പറഞ്ഞ വക്കീലന്മാരാ. ഇവരെ കൊണ്ടുപോയി നമ്മുടെ ബാറിലെടുത്ത് ചൂടാക്കിയ തണുപ്പിക്കുന്നതാന്ന് ചോദിച്ചേ. അപ്പൊ വക്കീലെ PP ചെല്ല്. ഞാൻ പുള്ളിക്കാരനെ പോയി നേരിട്ട് മുട്ടിട്ട്. ഓക്കെ. ഹലോ സാർ, പെട്ടെന്ന് പോയി കളയോ? കുറച്ച് പേപ്പേഴ്സ് ഉണ്ടായിരുന്നു സൈൻ ചെയ്യാൻ. തിരുവല്ല പ്രോപ്പറാന്നോ? അല്ലെന്നേ, തറവാടിരിക്കുന്നത് തിരുമൂലപുരത്ത്. ഓ, നമ്മുടെ സോമേട്ടന്റെ സ്ഥലം മനസ്സിലായില്ലേ? MG സോമൻ മരിച്ചുപോയ നമ്മുടെ സിനിമ. ഞങ്ങള് ഭയങ്കര ക്ലോസ് ആയിരുന്നു. കമ്പനി കൂടാൻ പുള്ളി കഴിഞ്ഞ സിനിമയിൽ ഒരുത്തനുള്ളൂ. അങ്ങേരുമായുള്ള ഫ്രണ്ട്ഷിപ്പിന്റെ പേരില ഞാൻ പടം കണ്ടുപിടിച്ച്. ഈ പടം പിടിക്കാൻ പോയതിന്റെ പിറകില് വേറെന്തോ കഥയുണ്ടല്ലോ കുഞ്ഞിച്ച. പീരുമേട്ടിലേതോ ഷൂട്ടിംഗ് സ്ഥലത്ത് ജയഭാരതിയെ കാണാൻ അലച്ചു കയറി ചെന്നോ, സെറ്റിലെ പിള്ളേര് കഴുത്തെ പിടിച്ച് തള്ളിയെന്നൊക്കെ. അത് ചുമ്മാ വിവരദോഷികൾ പറഞ്ഞുണ്ടാക്കുന്നല്ലയോ. ഭാരതി വിളിച്ചു നോക്കിയേ. ഇപ്പൊ തന്നെ വിളിച്ചോ. കുഞ്ഞച്ചാന്ന് തികച്ചു വിളിക്കത്തില്ല ഭാരതി. ഞങ്ങൾ അത്രയ്ക്ക് വലിയ ഫാമിലി ഫ്രണ്ട്സാ. അത് ഇയാള് തന്നെ അടിച്ചോ. എനിക്ക് ഫുള്ള
തിരുമൂലപുരത്ത് എവിടാന്നാ പറഞ്ഞേ? പ്രോപ്പർ തിരുമൂലപുര. എനിക്ക് രണ്ട ഇന്നത്തെ ദിവസം പോക്ക. കുഞ്ഞച്ചാ, ഇയാള് വക്കീൽ സാമിയെ കണ്ടായിരുന്നു? റീഡിംഗ് റൂമിലുണ്ട്. ഇന്ന് വ്യാഴാഴ്ചയല്ലേ, ബട്ടർ വെള്ളം അടിക്കുകയല്ല. ഞാൻ ബാറിലേക്ക് പോവാ, അങ്ങോട്ട് വരുവോ? ഞാൻ വന്നേക്ക് എനിക്ക് സാമിയെ ഒന്ന് കാണാം. സാർ, ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. യു ആർ ലേറ്റ് ടുഡേ. ഒരു ഇച്ചിരി സാറാ കാരണം. കോട്ടയത്തെ അഡ്വക്കേറ്റ്സ് എല്ലാം കൂടെ എന്നെ വളഞ്ഞുകെട്ടി വെച്ചിരിക്കുമായിരുന്നു. സാർ എനിക്ക് വേണ്ടി ഒരു എസ് പറയണം. എന്താണ്? ഒരു ചെറിയ ചടങ്ങ്. കോട്ടയത്തെ ബാർ അസോസിയേഷൻ സാറിനൊരു സ്വീകരണം നൽകുന്നു. അതിലൊന്ന് വന്ന് ഇരുന്ന് കൊടുക്കണം. ബോറാകാതെ നോക്കുന്നതിന്റെ ഉത്തരവാദിത്തം എനിക്ക്. ദൂരെയൊന്നുമില്ല, ഇവിടെ തന്നെ നമ്മുടെ ജൂബിലി ഹാളിൽ ഒരു 10 മിനിറ്റ്. ചെറുപ്പക്കാർ പിള്ളേരുടെ ആഗ്രഹമല്ലേ സാറേ, അവരൊരു ഷാള് പൊതിച്ച ചങ്ങ് പൊക്കോളും. പ്രസംഗങ്ങളുണ്ടാവും. അധിക പ്രസംഗത്തിന് ചാൻസ് കൊടുക്കാതെ ഞാൻ നോക്കിക്കോളാം. അപ്പോ ഞാനൊരു രസം പറയുവേ. അന്നൊക്കെ മദ്രാസിൽ MG സോമേട്ടന്റെ താമസം കണ്ണിമോറ ഹോട്ടലിൽ. ഒരു ദിവസം ഞാൻ പാസ്പോർട്ടുമായിട്ട് മുറിയിലോട്ട് കയറി ചെല്ലുമ്പോ അന്നൊക്കെ മദ്യപിക്കാൻ പാസ്പോർട്ട് വേണമായിരുന്നു. അതല്ല കുവ, പാസ്പോർട്ട് എന്ന് പറഞ്ഞൊരു സ്കോച്ചാ. ഒരു സ്കോച്ചിന്റെ പേരാ. കുഞ്ഞച്ചോ, MG സോമൻ ഉണ്ടാക്കുന്ന ഓരോ പൊല്ലാപ്പ്. അല്ല, DK വന്നില്ലയോ? വന്നല്ലോ. സൈദേ തന്നെ കഞ്ഞിക്കുഴിയിൽ അയപ്പ് തിരക്കുന്നുണ്ട്. അവനെ തപ്പിയാ ഞാൻ ഇറങ്ങിയത്. അവന്റെ S ക്ലാസ് ബെൻസിന് ലാൻഡ് ക്രൂസറുമായി ഒരു എക്സ്ചേഞ്ച് പറഞ്ഞായിരുന്നു. ശശി, ആ ഡ്രിങ്കിങ് എടുത്ത് ഇയാൾക്കൊരു ജ്യൂസ് പറയട്ടെ. ഓ വേണ്ട, ആദ്യം അയപ്പുമായിട്ടുള്ള ഇടപാടൊന്നും തീർക്കട്ടെ. ഇവിടെ വലിക്കാവോ? അപ്പൊ മെമ്പർ അല്ലേ? അല്ല, കുന്നേലെ സഹിച്ചാന്റെ ഗസ്റ്റാ ഞങ്ങള്. ആന്നോ? എന്നാ പിന്നെ വലിയെണ്ണ. നമ്മുടെ കാശിന് നമ്മൾ മേടിക്കുന്ന സിഗരറ്റ് നമ്മൾ വലിച്ച് ആരെങ്കിലും ചോദിക്കുവോ? എന്നാ വലിയെണ്ണ. സാറേ, ബാറ് നോ സ്മോക്കിംഗ് ആണ്. ഇവിടെ ചോദിച്ചല്ലോ, അപ്പൊ വലിച്ചോളാൻ പറഞ്ഞു. ആര് പറഞ്ഞു? അയാളുടെ പേരും തേങ്ങ അറിയാമല്ല. ഇവിടെ സർവ് ചെയ്ത പേരാ. കുര്യച്ചാ വന്നേ. ഇയാൾ അവിടെ ഇരുന്ന് വലിച്ചോളാൻ പറഞ്ഞോ? ആര് വലിക്കുന്നതും വലിക്കാത്തതൊക്കെ അവനവന്റെ സൗകര്യം. ഇതിനകത്ത് വലിക്കാൻ ഞാൻ ആരോടും പറഞ്ഞില്ല. അതെന്നാ മറ്റേ വർത്താനോട് താൻ പറയുന്നേ? തന്നോടല്ലേ ഞാൻ ചോദിച്ചേ? സാർ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. പോക്കൃത്തരം കാണിച്ചിട്ട് എന്റെ വെക്കിട്ട് ഇറങ്ങുന്നുണ്ടല്ലോ. കയ്യിൽ പൈസ ഉണ്ടെങ്കിലേ അത് മറ്റൊരുത്തൂടെ പൂട്ടി വെച്ചാൽ മതി. ഇവിടെ ചാട ഇറക്കാൻ വരരുത്. ഞങ്ങളൊക്കെ അധ്വാനിക്കുന്ന തൊഴിലാളികളാ. വേറെ ഗതിയില്ലാത്തതുകൊണ്ട് അതിന്റെ മുമ്പിൽ വന്ന് ഇങ്ങനെ കുഞ്ഞു നിൽക്കുന്നത്. കുര്യച്ച വന്നേ, ചുമ്മാ ഇയാൾ ഓരോന്ന് പറഞ്ഞ് സീലുണ്ടാക്കല്ലേ. ഞാൻ പോണേ. ഇവന്റെയൊക്കെ ഉച്ചാളി പീസ് കണ്ട കുര്യച്ചൻ വരളുകയല്ല. ഇവനെയൊക്കെ ഡീൽ ചെയ്യാൻ ഞാൻ മതി. ഇത് കണ്ടോ സാറേ? ഒരു കാര്യമില്ലാണ്ട് എന്നതാ പ്രശ്നം? എന്നതാന്ന് പറ. അത് സാർ ഇവിടെ ഇരുന്ന് സിഗരറ്റ് വലിച്ചായിരുന്നേ. അത് എന്നതാന്ന് ചോദിച്ചപ്പം ഈ കുര്യച്ചൻ പറഞ്ഞിട്ടാന്ന് പറഞ്ഞു. അതിന്റെ പേരിൽ ഒരു വർത്തമാനം ഉണ്ടായി. അങ്ങനെ എന്റെ പൊന്നു സഹോദരൻ, അവിടെ ഇംഗ്ലീഷിലും മലയാളത്തിലും എഴുതി വെച്ചിട്ടുണ്ടല്ലോ ഇവിടെ പോകല് പാടില്ലെന്ന്. താനാരാ? ഡേവിഡ് എന്നാ പേര്. ഈ ക്ലബിന്റെ സെക്രട്ടറിയാ. ഇതുപോലുള്ള ഏർപ്പാടുകളെ ജോലിക്ക് വെച്ചാൽ അവൻ മാത്രമല്ല സെക്രട്ടറി മേടിക്കും. പിള്ളേരെ ബില്ല് കൊടുത്തിട്ട് അവരുടെ പൊക്കളാൻ. അങ്ങനെ അങ്ങ് പോകുന്നത് എങ്ങനെ? ഞങ്ങളെ കുന്നേലെ സഹിച്ചാന്റെ ഗസ്റ്റാ. പുള്ളിക്കാരൻ വന്നിട്ടേ പോകുന്നുള്ളൂ. നേരെ സജി വരുന്നവരെ ഇവിടെ ഇരിക്കാനാണ് ഉദ്ദേശമെങ്കിൽ നടന്നു പോകേണ്ടി വരികയല്ല. കാലിന്റെ മുട്ടയിലെ ചിരട്ടയും ചവിട്ടി പൊളിക്കല്ലാത്തിന്റെ. ഇത് ചുമ്മാ പറച്ചിലല്ലേ? അണ്ണൻ തുടങ്ങി വെക്കത്തേ ഉള്ളൂ. പിന്നെ ഇവിടെ ഫിനിഷ് ചെയ്യാൻ ഞങ്ങൾ ഒരുപാട് പേരുണ്ട്. കോട്ടയം ക്ലബിൽ നിടി മേടിച്ചാ പിന്നെ നേരെ കോട്ടയ്ക്കൽ ആര്യവൈദ്യശാലയിൽ അഡ്മിറ്റ്. അതാ കണക്ക്. ഇറങ്ങി പോയണ്ട. ഒതുങ്ങി പോടോ. സഹിച്ചാന ഓർത്തിട്ടാ, ഇല്ലെങ്കിൽ നിൽക്കുന്നു. സെക്രട്ടറി ആന്നേ അവന്റെ ഒരു ജാട. എന്നാ വൃത്തിയാണ് ഈ കാണിക്കുന്നത്? ഒറ്റയ്ക്ക് ഫിനിഷ് ചെയ്യാതെ എന്റെ പങ്കും കിട്ടാ.
ഡേവിഡ് ജോൺ കൊട്ടാരത്തിൽ. പോയി പറ നേരെ സജിയോട്. ആ പേര് കേൾക്കുമ്പോ അവൻ മാത്രമല്ല, അവന്റെ അപ്പൻ ചത്തുപോയ കുഞ്ഞുമറിയത് വരെ ശവപ്പെട്ടിന്ന് വന്ന് എഴുന്നേറ്റ് നിൽക്കും. നീയൊക്കെ ഇച്ചിരൂടെ മൂക്കനോടാ കോട്ടയത്ത് വന്ന് കളിക്കാൻ. കേറിപ്പോടാ. ഏയ് ഒത്തിരി നാൾ കൂടി ദേഹനങ്ങിയതുകൊണ്ടായിരിക്കാം ഒരു വല്ലായ്മ. ഇവനോടും കൊടുത്തേക്കുക. സത്യത്തിൽ കുരിയച്ഛന്റെ കന്നം തരുവാ. ആ ചെറുപ്പക്കാരോട് അവിടെ ഇരുന്ന് വലിച്ചോളാൻ പറഞ്ഞത് കുരിയച്ഛനാ. ആണോ? ഇതുപോലുള്ള പിറപ്പിനെയും കാണിച്ചെന്ന് ഞാൻ അറിഞ്ഞ കുരിയച്ചന്ദന്റെ ചീട്ട് ഞാൻ കീറുവേ. പണി നീ വേറെ നോക്കേണ്ടി വരും. ഒരു പെഗോ? ഒരെണ്ണം കൊടുത്തിരുന്നല്ലേ സാർ പറഞ്ഞ്? എന്റെ പി ചേട്ട ഒരെണ്ണം പറഞ്ഞ ഒരു ഫുള്ളാ. കൈയും കാലും ഇളക്കുന്നതിന് എനിക്കുള്ള കോട്ടയാ. ഏതായാലും ഒഴിച്ചല്ല, അതങ്ങ് കളഞ്ഞേക്കാം. സാറിന് നോ. അതെന്നാ സ്വാമി വ്യാഴാഴ്ച കഴിക്കുകയെന്ന്? എന്നതാ അതിന്റെ ഒരു പ്രത്യേകത? സാറിനിപ്പോ വ്യാഴദശയായിരിക്കല്ലയോ? റബിഷ്, അങ്ങനെയൊന്നുമില്ലടോ. ഒരു ദിവസം, ആഴ്ചയിൽ ഒരു ദിവസം വേണ്ടാന്ന് വെക്കുന്നു. ദാറ്റ്സ് ഓൾ. കോറം തികഞ്ഞല്ലോ. അണ്ണനൊന്ന് ഒഴിക്കട്ടെ. ഒന്നൊഴിമോനെ. ഓ, എന്റെ പൊന്നു രാജഗോപാലെ, താനീ യൂണിഫോം ഇട്ടോണ്ട് ഇങ്ങനെ കയറി വരല്ലേ? കാണുമ്പോ ഉള്ളിന്ന് ഒരു ആന്തല. അതെന്നാ തമ്പിച്ചായ, മാനസം വാരികയുടെയും സായാഹ്ന പത്രത്തിന്റെയും പ്രിന്റർ കം പബ്ലിഷറുടെ ഉള്ളെന്തിനാ ഒരു പാവം പോലീസുകാരനെ കാണുമ്പോ ഇങ്ങനെ ആളുന്നേ? അതെ, ഒരു പെൺവാണിഭ കേസിൽ വെറുതെ പ്രതി ചേർത്തി പാവത്തിന് ഒരുപാട് കണ്ണീര് കുടിപ്പിച്ചിട്ടുണ്ട് സാറിന്റെ വർഗ്ഗക്കാര്. താൻ ആ കുരിയച്ചനെ തല്ലിയോ? അവനോട് ഒപ്പുണ്ട് കരഞ്ഞോണ്ട്. അവനെ തല്ലുകയല്ല വേണ്ടത്, നിങ്ങൾ ഓർത്തിട്ടാ. ഇല്ലെങ്കിൽ ഇന്ന് തന്നെ ഞാൻ കഴുത്തെ പിടിച്ച് വെളിയിൽ തള്ളിയനെ. ആ മാതിരി പോക്കരത്തിലാകാതിരിക്കുന്നത്. തിരുനക്കര മൈതാനത്തിനടുത്ത് അച്ഛൻ ഹോട്ടൽ നടത്തിയിരുന്ന കാലം മുതലേ കാണുന്ന അവനെ താൻ ഇവിടുന്ന് പിരിച്ചുവിട്ടാ പിന്നെ എനിക്ക് ജോലിയാ. ചങ്കിനിടിയും കരച്ചിലുമായിട്ട് രാവിലെ തന്നെ വീട്ടിലെത്തൂടാവേ. പിഴച്ചു പോണെന്ന് ആ പുല്ലന് വിചാരമില്ലെന്ന് വെച്ചാ. ഡേവിഡ് സാറേ, സാർ ഒന്ന് വരണം. സുഖം അടിച്ച് ഓഫാ. ഒരു പെഗിലോ? ഒരു പെഗല്ല, എവിടെയാണ് സാർ? ഒന്ന് എഴുന്നേക്കടാ. കംപ്ലീറ്റ് വ്യാജന. അതെ, കംപ്ലീറ്റ് വ്യാജന. അല്ലെങ്കിൽ ഞാൻ ഒരെണ്ണം അടിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഷേപ്പ് മാറാറുണ്ടോ? കംപ്ലീറ്റ് വ്യാജന. ഏത് കോപ്പനയുടെ മദ്യം സപ്ലൈ പിടിവിടരുതിട്ടാ. മുണ്ടിനെ ചവിട്ട്. എന്ത് പറ്റി സാറേ? ഒന്ന് താങ്ങിക്കാ പോക്കരെ, മുട്ടിഞ്ഞ വെയിറ്റ് ആയി കഴിവുന്ന അവന്. ഞാൻ ചിലപ്പോ വാളു വയ്ക്കാൻ ചാൻസ് ഉണ്ട്. ശവോടൊക്കെ ഞാൻ നടത്തും. സാറേ, ഞാൻ സാറിന് കാത്തു കയറുന്ന ഒരു താങ്ക്സ് പറയാൻ. സിസ്റ്ററിന്റെ അഡ്മിഷൻ അത് ശരിയായി. സാറിന്റെ റെക്കമെൻഡേഷനാ. പേരിനൊരു ചെറിയ തുകയെ മാനേജ്മെന്റ് വാങ്ങുന്നുള്ളൂ. നന്നായി പഠിച്ച് മിടിക്കായിട്ട് പറ്റുള്ളൂ. ഓക്കെ. എനിക്ക് മുള്ളണം. എന്നെ ഞാൻ കൊല്ലും. ദേവികുഞ്ഞെ, ദേവികുഞ്ഞെ, ഒന്ന് എഴുന്നേറ്റേ. എന്നാ കിടപ്പായത്? കാപ്പ് കുടിക്കണ്ടായോ? മണി 10 കഴിഞ്ഞു. കഴിയട്ടെ, എഴുന്നേറ്റ് ഇപ്പൊ എന്നെ എടുക്കാനാ? ചേട്ടത്തി ഊണാകുമ്പോ വിളിച്ചാ മതി, അപ്പൊ കാപ്പി നമുക്ക് ലാഭിക്കാമല്ലോ. ദേ, മഠത്തിലെ അമ്മാമ്മച്ചും കുറെ അമ്മമാരും കൂടെ വന്നിരിക്കാൻ തുടങ്ങിയിട്ട് മണിക്കൂർ 1 ആയി. ആര്? കുഞ്ഞിന്റെ അപ്പന്റെ മൂത്ത സഹോദരി മഠത്തിലെ. എന്റെ പള്ളി അത് സംഭവിച്ചോ? എളുപ്പം അങ്ങോട്ട് ചെല്ല്. ആ സുഖു കുഞ്ഞിനെ കുറിച്ച് ഏതാണ്ടൊക്കെ പറഞ്ഞു കൊടുത്ത് പിരി കയറ്റുന്നുണ്ട്. ഈ ഗ്ലബി പോക്ക ഒന്ന് നിന്ന് കിട്ടേണ്ടത്. അതിന്റെ സെക്രട്ടറി എന്നൊക്കെ പറഞ്ഞാ അത് വല്ല ഗുണമുള്ള കാര്യമാണോ? നഷ്ടമാ നഷ്ടം. അച്ചായന് 2 പിടിപ്പിക്കണമെങ്കിൽ അത് ഇവിടെ വെച്ചായ പോരെ. ഇത് കണ്ടവനും പോണവനും പള്ള നിറയെ കുടിച്ചേച്ച് ഡേവിഡിന്റെ പറ്റിൽ എഴുതിക്കോന്ന് പറഞ്ഞൊരു പോക്കല്ലയോ? നേരത്തിനും കാലത്തിനും പെണ്ണ് കെട്ടാത്തതിന്റെയാ കൂടുതലും. ഒരു പെങ്കൊച്ച് ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഇത് വല്ലതും നടക്കുവോ? കറക്റ്റ് അമ്മമ്മച്ചി. അല്ലാതെ ഞാനിത് എത്രാന്ന് വെച്ചോ ഉപദേശിക്ക. ഒരിക്കൽ ഞാൻ ഏതാണ്ട് പറഞ്ഞപ്പോ എന്നോട് പറയുവാ, വണ്ടി ഓടിക്കുന്നവൻ ആ പണി ചെയ്തേച്ചാ മതിന്ന്. അതൊന്നും കേട്ട് നീ പിന്മാറണ്ട. ഞാൻ പിന്നീന്ന് മാറിയിട്ട് വേണ്ടേ? എടാ, പെറ്റ തള്ളയുടെ സ്നേഹവും ശകാരവും
ഇത് രണ്ടും അവന് കിട്ടിയിട്ടില്ല. അവളങ്ങ് പോയില്ലയോ ചെറുക്കൻ 5-6 വയസ്സുള്ളപ്പോ. അപ്പനാണെങ്കി അത് അങ്ങനൊരു കഥ. ശരി, അവൻ എഴുന്നേക്കാൻ ഭാവമില്ലെങ്കിൽ കിടക്കട്ടെ. ഒന്ന് മഠത്തിലോട്ട് വരാൻ പറഞ്ഞേ സമയം കിട്ടുമ്പോ. എന്നാ നമുക്ക് ഇറങ്ങിയേക്കാം. എന്താ? അതാ നല്ലത്. അന്നാമോ ദേ വന്നേ. ഉടനെ ഒന്നും എഴുന്നേക്കുന്ന ഭാവമില്ല. അമ്മമാര് ഊണ് കാണുമെങ്കിൽ പറയണേ. ഇല്ലെന്നമ്മേ, ഞങ്ങൾ ഇറങ്ങുവാ. എന്നാ ഇത് അവന്റെ കൊടുത്തേക്ക്. റോമിന്ന് വെഞ്ചരിച്ചതാ. ഇതൊന്ന് കൊടുക്കാൻ കൂടെ വേണ്ടിയാ ഞാൻ ഇതിലേ കേറിയത്. പൊക്കോട്ടേടാ സുഖുവേ. ഓ ശരിയാ മാമച്ചി. സുകുമാരോ, എന്നാ ചേട്ടത്തി? ഒന്നിഞ്ഞു വന്നേടാ. ഭക്ഷണം കൂടെ നിന്നിട്ട് പണി പണിയുമ്പോ നിനക്ക് നല്ല സുഖം അല്ലടാ സുഖു. ഇടത്ത കൈ ഒന്നുള്ളു കേട്ടോ.